വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അണ്ടർ 30,000 മൂന്ന് ഫോൺസ്. ഒന്ന് ഇതാ ഇപ്പം ഈ അടുത്തായിട്ട് ഇറങ്ങിയ, അതായത് പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന iQOO Neo 10ഉം, പിന്നെ നല്ല പോപ്പുലറും നന്നായിട്ട് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന മോട്ടോ എഡ്ജ് 60 പ്രോയും, പിന്നെ റിയൽമി 14 പ്രോ പ്ലസും. ഇത് മൂന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. നമ്മൾ 7 പാരാമീറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓരോന്നിലും ഈ മൂന്ന് ഫോൺസിൻ്റെ സ്കോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൂന്ന് ഫോണും കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഈ 30,000 വാല്യൂ ഫോർ മണിയും ഫീച്ചർ റിച്ചും ആയിട്ടുള്ള ഫോൺ എന്ന് നമുക്ക് കണ്ടുപിടിച്ച് അതിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള പൊസിഷൻസ് കൊടുക്കാം. നമ്മളൊരു ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന 7 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കമ്പാരിസൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാരാമീറ്റർ, അതായത് ബിൽഡ് ക്വാളിറ്റി, ഈ മൂന്ന് ഫോണിൻ്റെയും ബിൽഡ് ക്വാളിറ്റി നമുക്ക് കമ്പയർ ചെയ്യാം. iQOO Neo 10ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് ആണ്, ഫ്രെയിമും ബാക്കും പ്ലാസ്റ്റിക് ആണ്, പിന്നെ IP റേറ്റിംഗ് IP65 റേറ്റിംഗ് ആണ്, കൂടാണ്ട് ഇതിന് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്. ഇനി മോട്ടോ എഡ്ജ് 60 പ്രോന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഗൊറില്ല 7i ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്, ബാക്ക് ഒരു സിലിക്കൺ പോളിമർ ആണ്, അതായത് ഒരു വീഗൻ ലെതറിന്റെ ഫിനിഷ് വരുന്ന ഒരു ബാക്ക് ആണ് ഉള്ളത്. മോട്ടോയിൽ IP69 റേറ്റിംഗ് ഉണ്ട്, സെയിം മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ റിയൽമി 14 പ്രോ പ്ലസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് 7i തന്നെയാണ്, ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്, അതിന്റെ IP റേറ്റിംഗ് IP69 ആണ്. മറ്റേ രണ്ടിലുള്ളതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഇതിനും ഉണ്ട്. അപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും ബിൽഡ് ക്വാളിറ്റിയും ഇൻ ഹാൻഡ് ഫീലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 60 പ്രോന് ഒരു ഹയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അതിൽ IP69 റേറ്റിംഗ് ഉണ്ട്, ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു പ്രീമിയം ടച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ മോട്ടോ എഡ്ജ് 60 പ്രോന് കൊടുക്കാം. സെക്കൻഡ് പൊസിഷൻ IP69 ഉള്ളത് കൊണ്ട് നമുക്ക് റിയൽമി 14 പ്രോ പ്ലസിന് കൊടുക്കാം. ആൻഡ് തേർഡ് പൊസിഷൻ, കാരണം IP65 റേറ്റിംഗേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് iQOO Neo 10ന് കൊടുക്കാം. ഇനി അടുത്ത് ഈ മൂന്നിന്റെയും ഡിസ്പ്ലേ നമുക്ക് കമ്പയർ ചെയ്യാം. iQOOന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലൊരു AMOLED ഡിസ്പ്ലേ ആണ് ഉള്ളത്. പീക്ക് ബ്രൈറ്റ്നസ് 5000 നിറ്റ്സ് ആണ്, പിന്നെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഉണ്ട്. സ്ക്രീൻ സൈസ് 6.78 ഇഞ്ചാണ്. ഇനി സ്ക്രീൻ ടു ബോഡി റേഷ്യോ എടുക്കുകയാണെങ്കിൽ 89% ആണ്. ഇനി മോട്ടോന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ OLED ഡിസ്പ്ലേ ആണ്, പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ആണ്. ഇനി ഇതൊരു കർവ് ഡിസ്പ്ലേ ആണ്, റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് ആണ്, പിന്നെ സ്ക്രീൻ സൈസ് 6.7 ഇഞ്ചാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കർവ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ബാക്കി എല്ലാത്തിനേക്കാളും കൂടുതലായിരിക്കും. ഓൾമോസ്റ്റ് 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. ഇനി റിയൽമിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു OLED ഡിസ്പ്ലേ ആണ്, 1500 ആണ് പീക്ക് ബ്രൈറ്റ്നസ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, പിന്നെ സ്ക്രീൻ സൈസ് 6.83 ഇഞ്ചാണ്, സ്ക്രീൻ ടു ബോഡി റേഷ്യോ 89.7% ആണ്. ഈ സ്പെക്സ് വെച്ച് നമ്മൾ ഈ മൂന്ന് ഫോൺ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പീക്ക് ബ്രൈറ്റ്നസും റിഫ്രഷ് റേറ്റും കാരണം iQOOനാണ് ഒരു ഹയർ എൻഡ് ഉള്ളത്. കാരണം അതിൽ പീക്ക് ബ്രൈറ്റ്നസ് 5000 നിറ്റ്സ് ആണ്, പിന്നെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ iQOOനാണ്, സെക്കൻഡ് പൊസിഷൻ മോട്ടോനാണ്, തേർഡ് പൊസിഷൻ റിയൽമിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേ ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മോട്ടോക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, പിന്നെ ഒരു കർവ് ഡിസ്പ്ലേ വിത്ത് 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത OS, ചിപ്സെറ്റ്, UI അപ്ഡേറ്റ്സ്, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് ഈ മൂന്ന് ഫോണിനെ കമ്പയർ ചെയ്യാം. OS എടുക്കുകയാണെങ്കിൽ ഈ മൂന്നിലും Android 15 ആണ്. എല്ലാ ബ്രാൻഡിലും അതിൻ്റെതായ ലേറ്റസ്റ്റ് UI ആണ് ഉള്ളത്. അപ്പോൾ ഇതിലുള്ള കമ്പാരിസൺ ഇനി വരുന്നത് ചിപ്സെറ്റും അപ്ഡേറ്റ്സും, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും, ഈ രണ്ട് കാര്യത്തിലാണ് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. iQOO Neo 10ൽ സ്നാപ്ഡ്രാഗൺ ആണ്, സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണുള്ളത്. ഇനി അപ്ഡേറ്റ്സ് 3+4 ആണ്, 3 ഇയേഴ്സ് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടും. ഇനി മോട്ടോന്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 8350 എക്സ്ട്രീം ആണ് ഉള്ളത്. അതിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സെയിം തന്നെയാണ്, 3 ഇയേഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടും. ഇനി റിയൽമിയിലും ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്, പക്ഷേ 7s Gen 3 ആണ്. അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 2 ഇയേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ iQOOനാണ് ഇതിനും കൂടെ ഹയർ എൻഡ് ഉള്ളത്. അതേസമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 3 ഇയേഴ്സും കൂടെ കിട്ടുന്നതുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ നമുക്ക് മോട്ടോക്ക് കൊടുക്കാം, പിന്നെ തേർഡ് പൊസിഷനെ നമുക്ക് റിയൽമിക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഒന്നാമത് 7s Gen 3 ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, അതുപോലെ തന്നെ 2 ഇയേഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടുന്നുള്ളൂ. അപ്പം റിയൽമി തേർഡ് പൊസിഷൻ. ഇനി നമ്മൾ സ്റ്റോറേജ് വേരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെയാണ് സ്റ്റോറേജ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം, അല്ലാതെ ഈ ഫുൾ നമ്പേഴ്സ് വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ
കൂടുതൽ വേരിയൻസ് അവൈലബിൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള വേരിയൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ UFS 4.1 ഉള്ളതുകൊണ്ടും നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ഐക്യൂന് കൊടുക്കാം, സെക്കൻഡ് പൊസിഷൻ നമുക്ക് മോട്ടോന് കൊടുക്കാം, ആൻഡ് തേർഡ് പൊസിഷൻ നമുക്ക് റിയൽമിക്ക് കൊടുക്കാം. കാരണം അതിൽ UFS 3 ഉള്ളൂ, ബാക്കി രണ്ടെണ്ണത്തിലും ഏതെങ്കിലുമൊക്കെ വേരിയൻസിൽ നമുക്ക് 4 കാണാൻ പറ്റുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐക്യൂല് ഒരു 2 ക്യാമറ സെറ്റപ്പ് ആണ്, 50 മെഗാ പിക്സലും 8 മെഗാ പിക്സലും. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി മോട്ടോന്റെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 3 ക്യാമറ സെറ്റപ്പ് ആണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, അതായത് വീഡിയോന്റെ എടുക്കുകയാണെങ്കിൽ FPS സംഭവങ്ങളൊക്കെ ഇത്തിരി കൂടെ കൂടുതലാണ്. റിയൽമിന്റെ എടുക്കുകയാണെങ്കിലും 3 ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഐക്യൂനോട് നോക്കുമ്പോൾ റിയൽമിയിൽ ഇത്തിരി കൂടെ ഫീച്ചേഴ്സ് കൂടുതലാണ്. 2 ക്യാമറ സെറ്റപ്പ് ആയതുകൊണ്ട് ഒപ്റ്റിക്കൽ സൂമും ടെലിഫോട്ടോം ആ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തേർഡ് പൊസിഷൻ നമുക്ക് ഐക്യൂന് കൊടുക്കാം. ഇനി മോട്ടോനെയും റിയൽമിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോട്ടോയില് റെയർ ക്യാമറയിൽ 1080p 240 FPS വരെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അതിൽ 4K 30 FPS പറ്റും, 1080p 120 FPS വരെയും പറ്റും. അതേസമയത്ത് റിയൽമിയിൽ റെയർ ക്യാമറയിൽ 1080p 120 FPS വരെ എടുക്കാനും പറ്റുള്ളൂ. പിന്നെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPS വരെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പൊസിഷൻ മോട്ടോന് കൊടുക്കാം, സെക്കൻഡ് പൊസിഷൻ റിയൽമിക്ക് കൊടുക്കാം, പിന്നെ തേർഡ് പൊസിഷൻ ഐക്യൂന് കൊടുക്കാം ക്യാമറയുടെ കാര്യത്തിൽ. ഇനി ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് ഫീച്ചേഴ്സും വെച്ചിട്ട് നമുക്ക് ഈ 3 ഫോണും കമ്പയർ ചെയ്യാം. ഐക്യൂല് ഒരു 7000 mAh ബാറ്ററി ആണുള്ളത്. അതുപോലെ തന്നെ 120 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, പിന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, വയർലെസ് ചാർജിങ് ഇതിലില്ല. ഇനി മോട്ടോന്റെ എടുക്കുകയാണെങ്കിൽ അതിൽ 6000 mAh ബാറ്ററി ആണുള്ളത്, ഒരു 90 വാട്ട്സ് ചാർജിങ് ഉണ്ട്, പിന്നെ റിവേഴ്സ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിലുണ്ട്. ഇനി റിയൽമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സെയിം 6000 mAh ബാറ്ററി തന്നെയാണ് ഉള്ളത്, പക്ഷേ ഇതിൽ 80 വാട്ട് ചാർജിങ്ങേ ഉള്ളൂ, പിന്നെ റിവേഴ്സ് വയർ ചാർജിങ്ങേ ഉള്ളൂ, വയർലെസ് ചാർജിങ് ഇതിലില്ല. ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററി കപ്പാസിറ്റിയാണ് നിങ്ങൾ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പൊസിഷൻ ആർക്ക് കൊടുക്കണം? ഐക്യൂന് കൊടുക്കണം. അല്ല വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും അങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾ പ്രയോറിറ്റി എങ്കിൽ ഫസ്റ്റ് പൊസിഷൻ മോട്ടോന് കൊടുക്കണം. അപ്പം ഈ 2 സംഭവം നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. പിന്നെ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തേർഡ് പൊസിഷൻ എന്തായാലും റിയൽമിക്ക് കൊടുക്കാം. അപ്പം ബാറ്ററി കപ്പാസിറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ കോറിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൊബൈലിന് വെയിറ്റ്. ആ വെയിറ്റ് വെച്ച് നമ്മൾ മൊബൈലിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് മോട്ടോ ആണ്, സെക്കൻഡ് റിയൽമി ആണ്, ആൻഡ് ബാറ്ററി കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഐക്യൂനാണ് ഏറ്റവും വെയിറ്റും കൂടുതൽ. ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ വാങ്ങുന്നതെങ്കിൽ ഇതിൽ 3ലും പേപ്പർ കൂളിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. ഇനി ഗെയിം എത്ര മാക്സിമം സെറ്റിംഗ്സ്, അതായത് FPS എത്ര വരെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് ഇല്ലാതെ കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഐക്യൂല് നമുക്ക് 144 FPS വരെ ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഇല്ലാതെ കളിക്കാൻ പറ്റും, പക്ഷേ മോട്ടോയിലും റിയൽമിയിലും 120 FPS വരെ പറ്റുള്ളൂ. ഇനി നമുക്ക് അലർജില്ലറ വേറെ കാര്യങ്ങൾ, അതായത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ളതും പിന്നെ ബോക്സിൽ എന്തൊക്കെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നും നമുക്ക് കമ്പയർ ചെയ്യാം. ഒന്ന് NFC ഐക്യൂനുണ്ട്, മോട്ടോനുണ്ട്, റിയൽമിക്കില്ല. മോട്ടോയിൽ ഒരു സ്പെഷ്യൽ കീ ഉണ്ട്, അതായത് AI ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പെഷ്യൽ കീ ഉണ്ട്. പിന്നെ ഐക്യൂയിൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ട്, അതായത് ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചാർജറിന് മൊബൈൽ ബാറ്ററിയിലോട്ട് പോയിട്ട് ആ മൊബൈൽ ബാറ്ററിയിലത്തെ ചാർജാണ് മൊബൈൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ബൈപ്പാസ് ചാർജിങ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൊബൈലിൽ വർക്ക് ചെയ്യേണ്ട പവർ അത് ഡയറക്റ്റ്ലി അഡാപ്റ്ററിൽ നിന്ന് എടുത്തോളും, ഈ മൊബൈലിന്റെ ബാറ്ററി വഴി വരേണ്ട അത്രയും ലാഗ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ പരിപാടി ഐക്യൂന് മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ടാക്കുമില്ല. ഇനി ബോക്സിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട് നോക്കുകയാണെങ്കിൽ ഐക്യൂല് നമുക്ക് മൊബൈലിൽ തന്നെ പ്രീ അപ്ലൈഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡ് കിട്ടുന്നുണ്ട്, ചാർജറും കിട്ടുന്നുണ്ട്, ഒരു ബാക്ക് കവറും കിട്ടുന്നുണ്ട്. മോട്ടോന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ചാർജറും കിട്ടുന്നുണ്ട്, അത്രേ കിട്ടുന്നുള്ളൂ. ഇനി റിയൽമിയിൽ ബാക്ക് കവറും കിട്ടുന്നുണ്ട്, ചാർജറും കിട്ടുന്നുണ്ട്. ബോക്സിലത്തെ സാധനങ്ങളും സ്പെഷ്യൽ ഫീച്ചേഴ്സും വെച്ച് നോക്കുകയാണെങ്കിലും ഐക്യൂനാണ് ഒരു ഹയർ എൻഡ് ഉള്ളത്. പിന്നെ NFC സ്പെഷ്യൽ കീ ഉള്ളത് കൊണ്ട് സെക്കൻഡ് പൊസിഷൻ നമുക്ക് മോട്ടോക്ക് കൊടുക്കാം, പിന്നെ തേർഡ് പൊസിഷൻ നമുക്ക് റിയൽമിക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ 4 പ്രാവശ്യം അടിച്ചുകൊണ്ട് ഐക്യൂന് ഫസ്റ്റ് പൊസിഷനും തേർഡ് പൊസിഷൻ 5 പ്രാവശ്യം അടിച്ചുകൊണ്ട് റിയൽമിക്ക് തേർഡ് പൊസിഷനും കൊടുക്കാം. പിന്നെ ഒബ്വിയസ്ലി സെക്കൻഡ് പൊസിഷൻ മോട്ടോനായിരിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ 3 മൊബൈലിനെയും കമ്പയർ ചെയ്തിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ, ഞാൻ നോക്കിക്കോളാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.